തലവണയ്ക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സാധ്യതകളും നഷ്ടപ്പെടുമ്പോഴും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമ്പോഴും, ആരും അകത്തേക്ക് വിളിക്കാതിരിക്കുമ്പോഴും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സഹായിക്കുന്നതിനായിട്ട് നന്ദിയോടെ പ്രാർത്ഥിക്കുന്നപ്പ. സാക്ഷ്യമുള്ള സഭയായി, ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള സഭയായി ഈ നാളുകളിൽ നീ ദൈവാലയത്തെയും ശുശ്രൂഷകരെയും നിലനിർത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ സത്യമുള്ള സ്ഥലത്ത് ദൈവവചനവുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാനും ആരാധനയിൽ ഒത്തുചേരുവാനും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഇടവകയിലെ ദൈവജനത്തെയും ശുശ്രൂഷകരെയും കുടുംബങ്ങളായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ആലയത്തിൽ വരുവാനും ശുശ്രൂഷയുടെ ഭാഗമാകുവാനും ദൈവം തമ്പുരാൻ അനുവദിച്ചതിനായിട്ടും സ്തോത്രം. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇരിക്കാം. അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ നമ്മൾക്കെല്ലാവർക്കും വീണ്ടും ഒരുമിച്ച് ഈ ദേവാലയത്തിൽ കൂടുവാൻ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്നലെയും ഇന്നത്തെ ആരാധനയിലുമൊക്കെ സമയം കണ്ടെത്തി വരുവാൻ ദൈവം സാഹചര്യമൊരുക്കി. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നാളുകളിൽ നമ്മുടെ ഇടവകയുടെ സുദൃഢമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന റവറൻഡ് ലോറൻസ് അച്ഛനുണ്ട്. അച്ഛൻ കുടുംബമായിട്ട് നാം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒരു നല്ല ബന്ധം, നല്ലൊരു സുഹൃത്ത്, അതോടൊപ്പം തന്നെ സഹശുശ്രൂഷകനായിരിക്കുന്ന സ്നേഹമുള്ള പ്രേം ഡാൻസൻ ശുശ്രൂഷകരുണ്ട്. അദ്ദേഹത്തിൻ്റെയും സുദീർഘമായ ശുശ്രൂഷകൾ വളരെ സന്തോഷത്തോടുകൂടെ ഈ ആലയത്തിൻ്റെ ഈ ഒരു പുതിയ വർഷത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അവരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കുകയും അവരുടെ സ്നേഹം പുതുക്കുകയും അവരുടെ വാക്കുകൾ സ്വീകരണത്തിനായിട്ടൊക്കെ അച്ഛനോടും ശുശ്രൂഷക്കാരനോടുമുള്ള എൻ്റെ നന്ദി ഞാൻ അറിയിക്കട്ടെ. ഈ കൺവെൻഷൻ യോഗത്തിന് അതിൻ്റെ എല്ലാവിധമായ ക്രമീകരണങ്ങളും ഒരുക്കുവാനായിട്ട് ആഗ്രഹിച്ചത് നടപ്പാക്കുവാൻ ഇടവക കമ്മിറ്റിയായിട്ട് ഈ നാളുകൾ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ദൈവജനം, ഇതിന് മുഖാന്തരമായിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കേട്ട സാക്ഷ്യത്തിലൂടെ ബോധ്യപ്പെടുത്തിയ മിസ്റ്റർ ഡോക്ടർ സാം നോബൽ ഫാമിലി, ദൈവത്തിന് സ്തോത്രം. ആ കുടുംബത്തെ ദൈവം തമ്പുരാൻ അവരുടെ കുടുംബത്തിൽ സന്ദർശിച്ചു. അവരുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടു. അവരുടെ കണ്ണുനീരിനെ ദൈവം മാനിച്ചു. അവരുടെ ശുശ്രൂഷയെ ദൈവം ഓർത്തു. അതാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സമ്മാനം, റിവാർഡ്, ഗാഡ്സ് ഗിഫ്റ്റ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും അസ്തമിക്കുമ്പോഴും, ഉയർക്കുകയില്ല എന്ന് ലോകം പറയുമ്പോഴും, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ പ്രാപ്തിയല്ല, ദൈവം തമ്പുരാൻ്റെ കരുണയാൽ നമ്മെ ഉയർപ്പിക്കും, നമ്മളെ ഉണർത്തും, വളർത്തും എന്ന് ഒരിക്കൽ കൂടെ ഇങ്ങനെയുള്ള നമ്മുടെ തലമുറയിലെ മക്കളുടെ സാക്ഷ്യത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. വിളിച്ചതോർ ദൈവത്തിൻ്റെ സ്തോത്രം. ആ കുടുംബത്തെ, അവരുടെ എല്ലാവിധമായ സ്വീകരണത്തെയും സ്നേഹത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളം പേർ ഇത്രയും വർഷങ്ങൾക്ക് പഴക്കമുണ്ടെങ്കിലും ചിലപ്പോഴൊന്ന് കാണാനും നമ്മൾ ഒരുമിച്ചുള്ള കൂട്ടായ്മയിലുമായിരിക്കുകയാണ്. സത്യത്തിന് ഈ ഇടവകയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും, നമ്മൾ അങ്ങനെ ഒരു നല്ല ശുശ്രൂഷ ചെയ്യുവാൻ ഇടവക ശുശ്രൂഷകർക്കാരും ജനവും തമ്മിലുള്ള വളരെ വ്യക്തമായ ഒരു യാത്രയിൽ നമുക്കൊരുമിച്ചായിത്തീരാൻ കഴിഞ്ഞു. ആ സ്നേഹം ഒരിക്കൽ കൂടെ പുതുക്കാൻ കഴിഞ്ഞതോർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായിച്ചു കേട്ട വേദപാഠത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ 3-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ ചില വാക്കുകളാണ് വളരെ സന്തോഷത്തോടുകൂടെ മിസ്സസ് റോഷിനി അവറുകൾ വായിച്ചത്. ഏത് സഭയും സ്ഥാപിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമില്ലാതെ ഈ സ്ഥലത്ത് ഒരു പള്ളിയും ഉണ്ടാകുകയില്ല. പക്ഷേ അത് വളർത്തുന്നതിൽ, ഒരു ദൈവജനത്തിൻ്റെ വളർച്ചയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കും വലുതാണെന്ന് വിസ്മരിക്കേണ്ട. കടൽപ്പുറത്തുള്ള ഒരു ദൈവാലയം, ഭയങ്കരമായ സ്റ്റീപ്പുള്ള ഗോപുരമുള്ളൊരു പള്ളി, പ്രകൃതിക്ഷോഭത്താൽ ശക്തമായ കൊടുങ്കാറ്റിലും മഴയിലും അടിച്ചുപോയി.
കടൽപ്പുറത്തുള്ള പള്ളികൾ നമുക്കറിയാം, ശക്തമായ വലിയ പള്ളികളാണ്. ആ പള്ളി സമ്പൂർണ്ണമായി നശിച്ചു. കുറേ നാളുകളായിട്ട് അതുപോലൊരു പള്ളി പണിയുന്നതില്ല അവിടെ. അവരുടെ കയ്യിൽ സമ്പത്തൊന്നുമില്ല. അവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ചില സഹായം കൊണ്ട് മനോഹരമായ ഒരു പള്ളി പണിത്, ഭയങ്കരമായ ഗോപുരമുള്ള ഒരു സ്റ്റീപ്പായിട്ട് നിൽക്കുന്ന ഗോപുരമൊക്കെ ഉള്ള ഒരു വലിയ പള്ളിയൊക്കെ പണിതു. കൊടുങ്കാറ്റിലും പേമാരിയിലും പള്ളി സമ്പൂർണ്ണമായി തകർന്നു. സങ്കടത്തോടെ ജനം അതുപോലൊരു പള്ളി പണിയുവാൻ കഴിയാതെ ഭാരത്തോടെ മാസങ്ങളായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സോഴ്സൊന്നുമില്ല. വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവർക്കൊരു ലെറ്റർ ലഭിച്ചു. നാവിക ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, നേവൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് കത്ത് ലഭിച്ചത്. കത്ത് അവർ തുറന്ന് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ ഒരു വലിയ പള്ളി, ഒരു വലിയ പൊക്കമുള്ള ഗോപുരമുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രകൃതിക്ഷോഭത്തിൽ അത് സമ്പൂർണ്ണമായി തകർന്നു. ഇക്കണ്ട മാസങ്ങളെല്ലാം പിന്നിട്ടിട്ടും അതുപോലൊരു പള്ളി ഇവിടെ പണിതുയർത്തിയിട്ടില്ല. എന്താണ് കാരണമെന്നറിഞ്ഞൂടാ. ഇൻ കേസ് പണമില്ല, സമ്പത്തിൻ്റെയാണ് അഭാവം കൊണ്ടാണ് അതുപോലെ പള്ളി പണിയുന്നില്ല എങ്കിൽ നേവൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ധനത്തിൽ നിന്നും പൂർണ്ണമായ ചെലവോടുകൂടെ അതുപോലെ ഒരു പള്ളി പണിതു തരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനുള്ള പെർമിഷൻ വേണം. അടിക്കുറിപ്പിൽ ഒന്നുകൂടെ പറഞ്ഞു, നേവൽ ഉദ്യോഗസ്ഥർ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ ചാർട്ടിൽ, യാത്രാ മാപ്പിൽ, കപ്പൽ നാവിക ഉദ്യോഗസ്ഥർക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഗൂഗിൾ മാപ്പുകളിൽ, നാവിഗേറ്ററിൽ ആ പള്ളിയുടെ ഗോപുരം മാർക്ക് ചെയ്തിട്ടുണ്ട്. ജനം സ്തംഭിച്ചു പോയി. ജനത്തിന് അറിഞ്ഞുകൂടായിരുന്നു ഈ ഒരു യാഥാർത്ഥ്യം. ഒരു ദിശ ഒരു സ്ഥലത്തെത്തുന്നു എന്ന് കാണിക്കുവാനായി, ആ ദിശ എത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുവാനായിട്ട് ആ കപ്പൽ നാവികർ നൂറ്റാണ്ടുകളായി, വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന അവരുടെ ചാർട്ടിൽ, മാപ്പിനകത്ത് ഈ വലിയ ഗോപുരമുള്ള പള്ളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഗോപുരം കാണുമ്പോൾ ഇന്ന ദേശത്തേക്ക് കപ്പൽ അടുക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുവാനായിരുന്നു അത്. പക്ഷേ ആ പള്ളിയിലെ ഒരു ജനം പോലും അത് മനസ്സിലാക്കിയില്ല. അപ്പോൾ ദൈവം തമ്പുരാന് ഈ ദേശത്ത് ഒരു ദേവാലയം സ്ഥാപിക്കണമെന്ന് ദൈവത്തിൻ്റെ മാപ്പിൽ വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ നാട്ടുകാർക്കോ ഗവൺമെൻറ്റിനോ ഇത് തടയുവാനായിട്ടേ കഴിയുകയില്ല. നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നറിയാമോ? ഇതിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും സ്ലോ ആക്കാൻ കഴിയും. ഇപ്പോൾ ദൈവാലയം സ്ഥാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ വളർച്ചയിൽ ദൈവജനത്തിന് വലിയ പങ്കുണ്ട്. ദൈവജനം പൂർണ്ണമായിട്ട് അതിൽ സഹകരിച്ചില്ല എങ്കിൽ അതിൻ്റെ വളർച്ച മന്ദീഭവിക്കും, അല്ലാതെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നാം വായിച്ചു കേട്ട വേദപാഠത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരുമ്പോൾ തിയോളജിയൻസൊക്കെ, വേദശാസ്ത്ര പണ്ഡിതന്മാർ ആ ഭാഗത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്, എൻടൈറ്റിൽഡ് എഴുതിയിരിക്കുന്ന ചില ബൈബിളിലൊക്കെ ആ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് പീറ്റർ ഹീൽസ് ദ ക്രിപ്പിൾഡ് മാൻ, ക്രിപ്പിൾഡ് ബെഗർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് മുടന്തനായ ഒരു യാചകനെ സൗഖ്യപ്പെടുത്തുന്നതായിട്ടാണ് വേദപുസ്തകത്തിൻ്റെ ട്രഡീഷണലായിട്ടുള്ള ഭാഗത്തെല്ലാം വായനയിൽ അതിൻ്റെ ഈ ഭാഗത്തിന് കൊടുത്ത ടൈറ്റിൽ. ഞാൻ അത് പറയാനായിട്ട് ശ്രമിക്കുന്നതല്ല. അപ്പോസ്തലപ്രവൃത്തിയുടെ 3-ാമത്തെ അധ്യായം വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയിലൂടെ 1-ാമത്തെ നൂറ്റാണ്ടിൽ സഭ ശക്തമായി വളർന്നതെന്താണെന്നുള്ള വിവരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം, സ്വർഗാരോഹണം കഴിഞ്ഞിട്ട് 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ രഹസ്യമെന്തായിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി, അതിൻ്റെ 3-ാമത്തെ അധ്യായം. 1-ാമത്തെ അധ്യായം നമുക്ക് നന്നായിട്ടറിയാം. ഉയർപ്പിനെക്കുറിച്ച്, ഉയർപ്പിൻ്റെ അപ്പിയറൻസ് ആണ്. പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ അസൻഷനായി സ്വർഗാരോഹണം കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് വരുന്നു. 2-ാമത്തെ അധ്യായം. 3-ാമത്തെ അധ്യായത്തിൽ സഭയുടെ വളർച്ചയെക്കുറിച്ച്, സഭ എങ്ങനെയാണ് മുമ്പോട്ട് യാത്ര ചെയ്തതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
അപ്പോൾ സഭയുടെ വളർച്ചയിൽ ഒന്നാമത്തെ നൂറ്റാണ്ടിൽ മുതൽ സഭ വളരുവാൻ അതിന് കാരണമായ സീക്രട്ട് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ രഹസ്യം? ക്രൈസ്തവ സഭയുടെ വളർച്ചയുടെ രഹസ്യം എന്താണെന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ അതെന്താണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, വൺസ് അപ്പോൺ എ ടൈം വൺസ് പീറ്റർ ആൻഡ് ജോൺ, വളരെ വ്യക്തമാണ്. 9th hour എന്ന് പറയുന്ന 9-ാം മണി നേരം പ്രാർത്ഥനാ സമയം ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ദൈവാലയത്തിലേക്ക് ചെല്ലുവാനായിട്ട് തിടുക്കം കൂട്ടിയത് എന്തിനാണ് ദൈവാലയത്തിലേക്ക് പോയത്? പ്രാർത്ഥിക്കുവാനായിട്ടാണ് ദൈവാലയത്തിലേക്ക് പോയത്. ദൈവാലയം പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ്, പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമാണ് ദൈവാലയം. ദൈവജനം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപയാൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരിടമാണ് എല്ലാ ദൈവാലയങ്ങളും. അതുകൊണ്ട് ദൈവാലയത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുന്നു എന്ന് നാം മറന്നു പോകരുത്. ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥനകൾ. അതുകൊണ്ടാണ് ജനം ആരാധനാലയത്തിലേക്ക് വരുന്നത്. അവരെ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവാലയത്തിലേക്ക് വരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരിടം തരണമേ എന്നാണ് പള്ളി സ്ഥാപിക്കുവാനായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. ശുശ്രൂഷയുടെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള ഒരനുഭവമാണ് പ്രാർത്ഥന. സ്വന്തമായി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കുടുംബമായി പ്രാർത്ഥിക്കുവാൻ, സമൂഹമായി പ്രാർത്ഥിക്കുവാൻ, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ദൈവാലയങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ദൈവാലയത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും കുടുംബവും ബോധ്യപ്പെടേണ്ടത്, ഈ ദേവാലയത്തിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കണം. പ്രാർത്ഥനാലയം, എൻ്റെ ആലയം പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആലയം പ്രാർത്ഥന, ഞങ്ങളുടെ പിതാക്കന്മാരുടെയും ഞങ്ങളുടെ അമ്മമാരുടെയും ആലയം ഓൺ ചെയ്യുകയാണ് യേശു. എൻ്റെ പേരൻസിൻ്റെ ആലയമാണ്, അത് പ്രാർത്ഥിക്കുവാനുള്ള ഒരിടമാണ്, പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരാലയമാണ്. എന്തെല്ലാം ചെയ്താലും പ്രാർത്ഥനയുടെ പ്രയോറിറ്റി നഷ്ടപ്പെടുത്തരുത്. ജനം ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരികയാണ്. പ്രാർത്ഥനയ്ക്കുള്ളൊരു സ്പേസ് നഷ്ടപ്പെടരുത്. പ്രാർത്ഥനയ്ക്കൊരു അനുകൂല സാഹചര്യം ജനത്തിന് കൊടുക്കണം. നമ്മൾ അടുത്തിരിക്കുമ്പോൾ, നമ്മൾ വരുമ്പോൾ ഉടനെ തന്നെ മറ്റൊരാൾ അടുത്തിരിക്കുന്നുവെങ്കിൽ, അദ്ദേഹം പ്രാർത്ഥിക്കാനാണ് ഇരിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. അവർ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാനാണ് ഇരിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സ്പേസ് ഞാനും നിങ്ങളും കൊടുക്കണം. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സ്പേസ് കൊടുക്കാതിരുന്നപ്പോഴാണ് യേശുവിന് ഇഷ്ടപ്പെടാതെ വന്നത്. യേശു ചാട്ടവാറെടുത്ത് അവരെ അടിക്കേണ്ടി വന്നു. അത്രമാത്രം ക്രൂരമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. ദൈവാലയങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം അത് പ്രാർത്ഥനയ്ക്കായിട്ട് മാത്രമാണെന്ന് ഞാനും നിങ്ങളും ബോധ്യപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ബോധ്യപ്പെടണം. തലമുറയായിട്ട് നാം ബോധ്യപ്പെടണം. അതിന് യാതൊരു സംശയമില്ല. പ്രാർത്ഥിക്കുവാനുള്ള ഇടമാണ് ദൈവാലയങ്ങൾ. ആരാധനാ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഇടമാക്കി ദൈവാലയത്തെ മാറ്റണം. മനോഹരമായ ഒരു പള്ളി ഞങ്ങൾ പണിതു. ഭയങ്കരമായ ആൾത്താര, കണ്ട നല്ല രസമാണ്. എന്തിനാണിത് പണിതിരിക്കുന്നത്? പ്രാർത്ഥിക്കുവാൻ. വിവാഹം നടക്കുവാൻ വേണ്ടി പള്ളി നടക്കുന്നവരുണ്ട്. ഒരു നല്ല വിവാഹം നടക്കുമ്പോൾ വീഡിയോയ്ക്ക് കിട്ടാൻ വേണ്ടിയും ഫോട്ടോയ്ക്ക് കിട്ടാൻ വേണ്ടിയുമാണ് പള്ളി എന്ന് മനസ്സിലാക്കുന്ന ധാരാളം പേരുണ്ട്. അതിനല്ല പള്ളി പണിതിരിക്കുന്നത്. മരണത്തിനും കല്യാണത്തിനും മാമോദീസ ചെയ്യുവാനുമുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രമാണ് പള്ളികളെന്ന് പറഞ്ഞ് അതിനുള്ള പള്ളികൾ തേടിപ്പോയി വളരെ മനോഹരമായ സുന്ദരമായ പാർക്കിംഗ് ഏരിയയുള്ള, കണ്ട നല്ല പോലെ അപ്പിയറൻസ് ഉള്ള, നല്ല ആംബിയൻസ് ഉള്ള പള്ളികൾ ബുക്ക് ചെയ്ത് വിവാഹത്തിനു വേണ്ടി എടുക്കാൻ നടക്കുന്നതല്ല ദൈവാലയം. ദൈവാലയം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്കായിട്ടുള്ളൊരിടമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. 9-ാം മണി നേരമായെങ്കിൽ പ്രാർത്ഥനയുടെ സമയമാണ്. പത്രോസും യോഹന്നാനും ബിസി ആയിരിക്കാം, ലോകത്തെല്ലാവർക്കും ബിസി ആയിരിക്കാം, ലോകത്തെ പ്രസിഡന്റ് മുതൽ താഴോട്ടുള്ള എല്ലാവരും ബിസിയാണ്. പക്ഷേ ദിസ് ടൈം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ സമയമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് പോകണം. ആ ഒരു ബോധ്യപ്പെടലുണ്ടായിരിക്കണം ജീവിതത്തിൽ. ആലയം പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഇടം. ശേഷം അവർ ആലയത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമാണ്. പോയിട്ട് ദൈവാലയത്തിലേക്ക് ചെന്നു.
ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയ സ്ഥലമല്ല. അവിടെ ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ട്, ആരാധന നടക്കുന്നുണ്ട്. ആ ആരാധനയിൽ പ്രാർത്ഥിക്കാനുള്ള സമയത്ത് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി റഷ് ചെയ്യുകയാണ്. ആ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെയാണ് വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, ആരാധനാ സമൂഹം എന്ന് വിളിക്കുന്നത്. ആരാധനാലയങ്ങളിൽ ഒരു ആരാധനാ സമൂഹമുണ്ട്. ആരാധനാ സമൂഹത്തിൻ്റെ ഒരു പാർട്ടാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ആരാധനാ സമൂഹത്തോട് ചേരും. എല്ലാവരും ആരാധനയ്ക്കായി വന്നിരിക്കുന്നു. ആരാധനാ സമൂഹത്തോടു കൂടെ ചേർന്നിരുന്നിട്ട് ഞാനും ആ സമൂഹത്തോട് ചേർന്നിരുന്ന് എൻ്റെ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കും. ദൈവത്തെ ആരാധിക്കുവാനായി വരുന്ന സ്ഥലമാണ് ദൈവാലയങ്ങൾ. ആരാധനാ സമൂഹമായിട്ട് ഞാനും നിങ്ങളും വളരണം. ആരാധനാലയം തകർന്നാൽ ഒരു സമൂഹം തകരും. ആരാധനാലയം വളർന്നാൽ ഒരു സമൂഹം വളരും. യു ഗോട്ട് മൈ പോയിന്റ്? നമ്മുടെ ആരാധനാലയങ്ങൾ തകർന്നാൽ ഒരു സമൂഹം തകരും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചാൽ യെരുശലേം ദേവാലയം എന്ന് പറയുന്ന യഹൂദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അവൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ പാലസ്തീൻ്റെ തെക്കേ അറ്റത്ത് പണിതുയർത്തിയ യെരുശലേം ദേവാലയം വിദേശ ശക്തികൾ 18 പ്രാവശ്യമാണ് ആ പള്ളിയെ ആക്രമിക്കുന്നത്. ഒരു ചോദ്യം, എന്തിനാണ് 18 പ്രാവശ്യം യെരുശലേം ദേവാലയത്തെ മാത്രം ആക്രമിച്ചത്? രാജകൊട്ടാരങ്ങൾ ആക്രമിച്ചില്ല, ഗവർണറിൻ്റെ ആസ്ഥാനത്ത് ആക്രമിച്ചില്ല, മറ്റുള്ള ധാരാളം സ്ഥലങ്ങളിൽ ആക്രമിച്ചില്ല, സെക്രട്ടേറിയറ്റുകൾ ആക്രമിച്ചില്ല. പള്ളിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് എന്തിനാണ്? വിദേശ ശക്തികൾക്കറിയാമായിരുന്നു യഹൂദൻ്റെ വളർച്ച ആരാധനാ കേന്ദ്രത്തെ ആശ്രയം വെച്ച് വളരുകയാണ്. യഹൂദ സമൂഹത്തെ തകർക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ പള്ളി തകർക്കണം. അവൻ്റെ പള്ളി തകർന്നാൽ സമൂഹം തകർന്നു, യാതൊരു സംശയവുമില്ല. അതാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ചർച്ച്, ദൈവാലയങ്ങൾ തകർത്താൽ മതി ഒരു സമൂഹം തകരാനായിട്ട്. മോശ ഫറവോൻ്റെ അടുത്ത് പോയി ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആവർത്തിച്ച് ചോദിച്ചു. ഏകദേശം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, ലെറ്റ് മൈ പീപ്പിൾ ഗോ ടു വർഷിപ്പ് ദ ലോർഡ് യാഹ്വേ ഇൻ ദ വിൽഡർനസ്. എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധിക്കാനായിട്ട് പറഞ്ഞു വിടണം. എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ആരാധനയ്ക്കായി വിട്ടുകൊടുക്കണം. ആവർത്തിച്ച് പോയി ചെന്ന് മോശ ഇത് പറയുമ്പോഴും ഫറവോൻ വിടുന്നില്ല. കാരണം ഫറവോൻ അറിയാം, ഈ ജനം മരുഭൂമിയിൽ ആരാധിച്ചാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങും. ഈ ജനം മരുഭൂമിയിൽ ആരാധിച്ചാൽ അത്ഭുതമുണ്ടാകും, തീ കത്തിയിടും, അനുഗ്രഹങ്ങളുണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ ആരാധനയ്ക്കായി വിടുകയില്ല. എന്നാൽ ഫറവോൻ്റെ അടുത്ത് എന്ന് മോശ ചോദിക്കുകയാണ്, ഈ ജനത്തെ ആടുവാനും പാടുവാനും നൃത്തം ചെയ്യുവാനും പാർട്ടി കൂടുവാനും സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും വിടുമോ? ഫറവോൻ ഉടനെ വിടുമായിരുന്നു. കാരണം ഉത്സവത്തിനായി, ആഘോഷത്തിനായി, തിമിർപ്പിനായി, പാട്ടിനായി, കൂത്തിനായിട്ട് വിട്ടാൽ എല്ലാവരെയും പറഞ്ഞു വിടും. കാരണം എന്നറിയാമോ? ഇതെല്ലാം കഴിയുമ്പോഴും 2-3 മണിക്കൂർ കഴിഞ്ഞാലും ഈ ജനം വളരുകയില്ല. ഈ ജനം വളരണമെങ്കിൽ ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും മാത്രമേ വളരുകയുള്ളൂ. അതുകൊണ്ട് ആടുവാനും പാടുവാനും തിമിർപ്പുവാനുമാണ് ദൈവാലയമെന്ന് ഞാനും നിങ്ങളും കാണുന്നുവെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തകർച്ചയിലേക്ക് നാം തന്നെ വഴി കൊടുക്കുന്നു എന്ന് ബോധ്യപ്പെടണം. ബാക്ക് ടു ദ ചേർച്ച്. പള്ളിയിലേക്ക് മടങ്ങി വരൂ, ആരാധനയിലേക്ക് തിരിച്ചു വരൂ. തിരുവചനത്തിൽ വളരുന്ന സമൂഹമായിരിക്കണം. പള്ളിയിൽ തിരുവചനം, ഞാൻ രാവിലെയും ഓർപ്പിച്ചതുപോലെ, ഇത്രയും അധികം പൊക്കത്തിൽ ഈ ദേവാലയത്തിനകത്ത് ഇങ്ങനെ ഒരു പുൽപ്പിറ്റ് പണിഞ്ഞു വെച്ചത് പ്രസംഗിക്കുവാൻ, അച്ഛനെ ഉയർത്തി നിർത്താനൊന്നുമല്ല. താഴെ നിന്നാലും പ്രസംഗിക്കാൻ പറ്റും, അതിന് താഴെ നിന്ന് പ്രസംഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റും. പക്ഷേ LMS ട്രഡീഷനിൽ പ്രൊട്ടസ്റ്റാന്റ് സഭ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭയാണ്. തിരുവചനം വിളമ്പിത്തരുവാനായിട്ട് ഏറ്റവും ഉയർത്ത സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ബൈബിളിനായിരിക്കണം. കൈപിടിച്ചു കൊടുക്കുമ്പോൾ അപ്പനും അമ്മയും ബൈബിൾ കൊടുക്കുകയാണ്, സംഘടനകൾ മൊത്തം സമ്മാനം കൊടുക്കുകയാണ് ബൈബിള്. അവസാനം ഈ ബൈബിള് തൂക്കി വയ്ക്കാൻ പോലും പറ്റുകയില്ല, ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് എവിടെങ്കിലും ഒതുക്കി കളഞ്ഞാൽ മതി എന്ന് വിളിച്ച് അത്രയ്ക്കും ബൈബിൾ കൊടുക്കുക. ബൈബിളിൻ്റെ പ്രാധാന്യമായിരുന്നു ഈ ചർച്ചിൻ്റെ അഥവാ സഭയുടെ വളർച്ചയുടെ പ്രാധാന്യം. വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരണം, വചനത്തിലേക്ക് മടങ്ങി വരണം. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, യുദ്ധം നടക്കുമ്പോൾ അവർക്കൊരു കവനൻ്റൽ ബോക്സ് നിറയെ എഴുതി വെച്ചിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണും. അവരുടെ ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പോട്ട് പോകുന്ന യാത്രയിൽ നിയമപ്പെട്ടകം എന്തൊരു പെട്ടകമായത്? അവരുടെ പ്രമാണം സൂക്ഷിച്ചിരിക്കുന്നതല്ല,
അവരുടെ ജുവൽസും നിധികളും സൂക്ഷിച്ചിരിക്കുന്നതല്ല. മറിച്ച് യഹോവയായ ദൈവം ആ ജനത്തിന് കൊടുത്ത ദൈവവചനം ഒരു പെട്ടിക്കകത്താക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ആ ദൈവവചനം ആ ദൈവവചനത്തിലാണ് ജനം വളരുന്നത്. യുദ്ധം നടന്ന് എത്രമാത്രം സമ്പത്തുകൾ കൊള്ളയടിച്ചാലും ഈ ദൈവവചനം കൊള്ളയടിക്കാൻ, നിയമപ്പെട്ടകം കൊള്ളയടിക്കാൻ അവർ സമ്മതിക്കുകയില്ല. നിങ്ങൾ വായിച്ചു നോക്ക്, യുദ്ധഭൂമിയുടെ ആ ജഡ്ജസിൻ്റെ പുസ്തകങ്ങളെല്ലാം, രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്ക്. ജനം ഇങ്ങനെ അവരെ ആക്രമിക്കാൻ വരുമ്പോൾ, ശത്രുക്കൾ വന്ന് ആക്രമിച്ചു പോകുമ്പോൾ ജനം മൊത്തവും കവന്ന് വീണ് ആ നിയമപ്പെട്ടകത്തിന് മേളിൽ കിടക്കും. കാരണം ഞങ്ങളെ കൊന്നു കളഞ്ഞാലും ഞങ്ങളുടെ ഈ നിയമപ്പെട്ടകം പോകരുത്, ന്യായപ്രമാണ പുസ്തകം പോകരുത്. നാളെ ഞങ്ങളുടെ തലമുറ വളരണമെങ്കിൽ ഞങ്ങൾ വളർന്നതുപോലെ ഈ ദൈവവചനത്തിലാണ് അവർ വളരേണ്ടത്. ദൈവവചനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ തലമുറ നഷ്ടപ്പെടും. അതായിരുന്നു അവരുടെ മാനസികമായ വേദന. ദൈവവചനത്തിന് പ്രാധാന്യം ഞാനും നിങ്ങളും കൊടുക്കണം. ആരാധനകൾക്ക്, പ്രാർത്ഥനകൾക്ക്, വചനം പഠിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. വചനം പഠിക്കുന്നതിനുള്ള പ്രാധാന്യം കൊടുക്കണം. ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ വളർന്നത് പ്രാർത്ഥനയിലൂടെ സഭ വളർന്നു. പ്രേയിങ് കമ്മ്യൂണിറ്റി, ആരാധനയിലൂടെ സഭ വളർന്നു. വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി, വേദപുസ്തകത്തിലൂടെ സഭ വളർന്നു. ദൈവവചനത്തിലേക്ക് സഭ വളർന്നു. ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ നാം ശ്രമിക്കണം. ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും വചനം പഠിക്കുന്ന അവർ കേൾക്കണം. നമ്മൾ വചനം വായിക്കുന്നവർ മനസ്സിലാക്കണം. അങ്ങനെ വചനത്തിലൂടെ വളരുന്ന ഒരു സമൂഹമായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവവചനം നമ്മുടെ നാഭിക്ക് ആരോഗ്യമാണ്, അസ്ഥികൾക്ക് ദ്രവത്വമാണ്. വചനത്തിലൂടെ വളരണം. വചനമാണ് നമ്മളെ വളർത്തേണ്ടത്. വചനത്തിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സമ്മതിക്കുകയില്ല എന്ന് അവർ ബോധ്യപ്പെടുത്തി. ഓരോ യഹൂദൻ്റെ കുടുംബത്തിലും ദൈവവചനത്തിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറുവാൻ അവർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൻ്റെ എല്ലാ നെറുകയിലും ഏറ്റവും ടോപ്പിലേക്ക് യഹൂദൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ വർക്ക് ചെയ്യാൻ കാരണം അവൻ ദൈവവചനത്തിലൂടെ വളർന്നൊരു സമൂഹമായതുകൊണ്ടാണ്. കം ബാക്ക് ടു ദ ബൈബിൾ, വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരൂ. പത്രോസും യോഹന്നാനും അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ നേരത്ത് അവർ നോക്കി ദൈവാലയത്തിൻ്റെ, സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരം. അപ്പോൾ ആ ഗോപുരത്തിന് വേറെയും ഗോപുരമുണ്ട്. ആ പള്ളിക്ക് ഷീപ്പ് ഗേറ്റ് നിങ്ങൾക്കറിയാമല്ലോ, ആടുകളെ കയറ്റിക്കൊണ്ടു പോകുന്നത്. ജെൻഡെയിൽ ഗേറ്റ്സ് ഉണ്ട്. ജെൻഡെയിൽസ് ആയിട്ടുള്ള യഹൂദേതരായ മക്കളും സ്ത്രീകളും കയറി വരുന്നൊരു ഗേറ്റുണ്ട്. ഈ ഗേറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ദ ബ്യൂട്ടിഫുൾ ഗേറ്റ്, സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരം. സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരത്തിൻ്റെ മുമ്പിൽ ഭിക്ഷയയച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് അവർ അവിടെ ഭിക്ഷയയച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് അകത്തോട്ട് കയറാൻ നേരത്തെ പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ അവൻ ഭിക്ഷ ചോദിച്ചു. അവർ മറുപടിയായിട്ട് അവനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ലുക്ക് അറ്റ് us, ഞങ്ങളെ നോക്കൂ, അല്ലേ, ഞങ്ങളെ നോക്കൂ എന്ന് പറയുക. സെറ്റ് അപ്പാർട്ടിങ് കമ്മ്യൂണിറ്റിയാണ് ഞങ്ങളെ നോക്കൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ആ മനുഷ്യനോട് പറയാം, അപ്പോൾ അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കി. അവർ പറഞ്ഞു, മൂടി വരെ നോക്ക്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞു. നീ ഞങ്ങളെ സൂക്ഷിച്ച് നോക്ക്, നീ ഞങ്ങളെ അളന്നു നോക്ക്, എന്തു വേണമെങ്കിലും ചെയ്തോ. എന്താ, ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുകയാണ്. ആരാധനാ സമൂഹത്തിൻ്റെ പ്രത്യേകത അതാണ്. നീ ഞങ്ങളെ നോക്കാൻ പറയുകയാണ്. ഞങ്ങളുടെ ഭാവം, ഞങ്ങളുടെ സംഭാഷണം, ഞങ്ങളുടെ ഇടപെടൽ, ഞങ്ങളുടെ ദൈവാശ്രയം നീ ഞങ്ങളെ നോക്കാൻ പറയുകയാണ്. പള്ളിക്കകത്ത് മാത്രം വരുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ട് അടുത്തൊരാഴ്ചവട്ടക്കാലം അത് ഏതാണെന്ന് പോലും അറിയാൻ കഴിയാതെ യേശുവിനെ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുന്നവരുണ്ട്. ഞങ്ങളെ നോക്കൂ. ഓരോ മക്കളും നമ്മുടെ അടുത്ത് മുമ്പിൽ വന്നിട്ട് പോകുമ്പോൾ നമ്മുടെ ഭാവം, നമ്മുടെ ചിന്ത, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ നമ്മെ സൂക്ഷ്മമായി നോക്കൂ. യു ആർ എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവൃത്തിയും വാക്കിലൂടെ ലോകം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ. അവനെങ്ങനെ നോക്കി അവരെ? ചുരുക്കത്തിൽ അത് വേറെ ഒന്നുമല്ല, വി ആർ ദ ബൈബിൾ ഓഫ് അവർ നെയ്ബർ. അയൽവാസി ഒരിക്കൽ പോലും വേദപുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അവൻ വായിക്കുന്നുണ്ട്, എന്നെ നിങ്ങളെ നോക്കിയെന്ന് മറന്നു പോകരുത്. നമ്മെ നോക്കി അവൻ വേദപുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് മറ്റൊരാളുടെ വേദപുസ്തകമായി മാറാൻ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ അവർ പറഞ്ഞു, വി ഹാവ് നോ സിൽവർ, വി ഹാവ് നോ ഗോൾഡ്, വാട്ട് വി ഹാവ് ദാറ്റ് വി ആർ ഗിവിങ് ടു യു. ഞങ്ങൾക്ക് വെള്ളിയില്ല, ഞങ്ങൾക്ക് പൊന്നില്ല, ഞങ്ങൾക്ക് എന്തുണ്ടോ അത് ഞങ്ങൾ നിനക്ക് തരികയാണ്. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാനായിട്ട് പറഞ്ഞു. വലങ്കരം കൊടുത്തു, അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വെള്ളിയില്ല, ഞങ്ങൾക്ക് പൊന്നില്ല. ഇക്കണ്ട മക്കൾ നിനക്ക് വെള്ളിയും പൊന്നും തന്നു കാണും, അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് തരുവാൻ വെള്ളിയില്ല, ഞങ്ങൾക്ക് തരുവാൻ പൊന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് തരുവാനുള്ളത് എന്താണെന്നറിയാമോ? നസ്രേനായ യേശു.
ജീസസ് ദ നസ്രേത്ത്. വിശ്വാസത്താൽ സഭ വളരണം, പ്രാർത്ഥനയിൽ സഭ വളരണം, ആരാധനയിലൂടെ സഭ വളരണം, വേദപുസ്തകത്തിന് അടിത്തറയായി സഭ വളരണം, വിശ്വാസത്തിൽ സഭ വളരണം, മാതൃകയുള്ള സഭാവിശ്വാസികളായി മാറണം. ഞങ്ങളെ നോക്കൂ എന്ന് പറയാൻ തക്ക വിധം മാതൃകയോടെ സഭ വളരണം. വിശ്വാസത്താൽ സഭ വളരണം എന്നുള്ളതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് യേശുണ്ട് എന്നുള്ളതാണ്. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, സമ്പത്തില്ല. സമ്പത്തുണ്ടെങ്കിൽ സഭ വളർന്നിട്ടേ ഇല്ല. സമ്പത്തുണ്ടെങ്കിൽ സഭയിൽ ഏറ്റവും അധികം പ്രശ്നങ്ങളേ ഉള്ളൂ. എപ്പോഴൊക്കെയാണോ സമ്പത്തില്ലാതെ ആ സമയങ്ങളിലാണ് സഭ വളർന്നിട്ടുള്ളത്. അതിന് നമ്മുടെ പള്ളിയും സാക്ഷ്യമല്ലേ? ഈ ദൈവാലയത്തിൻ്റെ പണി തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന ദിവസം ഇത് പ്രതിഷ്ഠിക്കും. എങ്ങനെയാണ് പ്രതിഷ്ഠിക്കുന്നത്? ഓരോ കുടുംബവും ഇങ്ങനെ ഡൊണേഷൻ കൊടുക്കണം. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ആർക്കും ഒന്നും കൊടുക്കാൻ കഴിയില്ല. നമുക്ക് പിരിവിനിറങ്ങാം. പിരിവിനിറങ്ങി പോയപ്പോൾ 250 രൂപ, 300 രൂപ, മാക്സിമം 500 രൂപ മറ്റുള്ളവർ കൊടുക്കും. ഒന്ന് കറങ്ങി തിരിച്ചു വന്നപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടു ഇല്ലേ? അപ്പോൾ ആ സമയത്ത് പരിമിതമായ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ സാം പറയുന്നത്, എനിക്കും ദൈവമേ ഈ ദേവാലയത്തിൽ 1,00,000 രൂപയോളം കൊടുക്കുവാനായിട്ട് എൻ്റെ സാലറി ഞാൻ ഒരു വർഷം കിട്ടുന്നതെല്ലാം ഞാൻ ദൈവത്തിന് കൊടുക്കാമെന്ന് പറയുകയാണ്. ഞങ്ങൾക്ക് വെള്ളിയും പൊന്നുമല്ല, ഞങ്ങൾക്ക് തരാനുള്ളത് വിശ്വാസമുള്ള ഒരു സമൂഹത്തെയാണ് തരുന്നത്. വിശ്വാസമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം. വെള്ളിയിലും പൊന്നിലും ഒന്നും സഭ വളരുകയില്ല എന്ന് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു ചരിത്രമേ ഇല്ല. പക്ഷേ പ്രാർത്ഥിക്കുവാൻ വിശ്വാസമുള്ളൊരു സമൂഹം, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ശക്തിയോടെ ഒരു കൂടെ നിൽക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറമായ ശക്തി സഭയ്ക്കില്ല. അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സഭ ആ ശക്തി സൂക്ഷിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, താഴെ ഇരുന്ന പള്ളിയിലുള്ള വിശ്വാസം, പ്രാർത്ഥനകളും ആരാധനകളുമൊക്കെ ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സഭകൾക്ക് ഇന്നൊരു പക്ഷേ പ്രോപ്പർട്ടി കൂടി, സഭയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വർദ്ധിച്ചു, പക്ഷേ സെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞു. സീറ്റിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും തോറും അയക്കുന്നവരും പോകുന്നവരും പ്രാർത്ഥിക്കുന്നവരുടെയും എണ്ണം കുറഞ്ഞു. ഇത് പരിമിതമായിരുന്നപ്പോൾ, ചെറിയ സ്ഥലത്തിരുന്നപ്പോൾ നിങ്ങളെല്ലാവരും വേദപുസ്തകവുമായിട്ട് വീട് വീടാന്തരം കയറിയിറങ്ങി സംഘടനകളായിട്ട് പ്രാർത്ഥിക്കുവാൻ പോകുമായിരുന്നു. സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചുകൂടെ നന്നായപ്പോൾ എന്തു ചെയ്തു? നമ്മളങ്ങനെ പോകുന്നത് നമ്മൾ കുറച്ചു എന്നുള്ളതാണ്. വിശ്വാസമുള്ള ഒരു തലമുറയുണ്ടാകണം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദൈവവിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ, നസ്രേനായ യേശു മാത്രം. അതുമാത്രമേ പ്രോപ്പർട്ടിയായിട്ട് കൊടുക്കാവൂ, അതുമാത്രമേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാവൂ. അതല്ലാതെ ബാക്കി എന്തെല്ലാം കൊടുത്താലും അതൊക്കെ നശ്വരമാണ് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം നാം മനസ്സിലാക്കുന്നത് സഭ ചലനാത്മകമായിരിക്കണം. സഭ ഒരിക്കലും ഇങ്ങനെ ഫ്രീസറിലിരിക്കുന്ന ഒരു സ്ഥാനമൊന്നുമല്ല. അത് മൂവ്മെൻ്റ് ആയിരിക്കണം, ചലനാത്മകമായിരിക്കണം സഭ. ഗുഡ് സമാരിറ്റൻ്റെ സ്റ്റോറി പറയുന്ന ഏതാണ്? പുരോഹിതൻ അതുവഴി പോയി തിരിഞ്ഞു നോക്കി, ലേവ്യൻ പോയി തിരിഞ്ഞു നോക്കി. പക്ഷേ ഒരു ശമരിയക്കാരനായ ഒരു അൽമേനി വന്ന ഉടനെ തന്നെ അവൻ അതിനുവേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. ഗാഡ്സ് മിനിസ്ട്രി അവനിലൂടെയും നടത്തി. അതുകൊണ്ട് പുരോഹിതൻ നടത്തിയാലേ, ലേവ്യൻ നടത്തിയാലേ നടത്തുമെന്നില്ല. നമ്മൾ ഓരോരുത്തരും സഭയുടെ ചലനാത്മകമായ ചലനങ്ങളായി മാറണം. അവിടങ്ങളിൽ സഭയുടെ ചലനാത്മകമായി മാറണം. ശമരിയാക്കാരത്തിയുടെ സാക്ഷ്യത്തിലൂടെ സഭ ശമരിയയിൽ സ്പ്രെഡ് ചെയ്തു. ലുദിയയിലൂടെ സാക്ഷ്യത്തിലൂടെ സഭ യൂറോപ്പിൽ സ്പ്രെഡ് ചെയ്തു. ശദ്രക്ക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട 3 സഹോദരങ്ങളുടെ സാക്ഷ്യത്തിലൂടെ, ആത്മീയ യുവാക്കളുടെ സാക്ഷ്യത്തിലൂടെ നെബൂഖദ്നേസറിനെ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ മുട്ടുമടക്കിച്ചു. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും സാക്ഷ്യത്തിലൂടെ കാരാഗ്രഹത്തിൻ്റെ ചങ്ങല പൊട്ടി കാരാഗ്രഹ പ്രമാണി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. അയക്കപ്പെട്ട 70 പേരിൽ 12 പേരിൽ 120 പേരിലൂടെ മാറ്റങ്ങൾ സഭയ്ക്കുണ്ടായി. കുഷ്ഠരോഗിയുടെ സാക്ഷ്യത്തിലൂടെ, മുടന്തൻ്റെ സാക്ഷ്യത്തിലൂടെ, ചെകിടൻ്റെ സാക്ഷ്യത്തിലൂടെ സഭ ലോകത്ത് വളർന്നു. സഭ സാക്ഷ്യത്തിലൂടെ വളർന്നു. ഇന്നും സാക്ഷ്യം കേട്ടത് അതുതന്നെയാണ്. മുതലക്കാരത്തി മറിയയിലൂടെ സാക്ഷ്യത്തിലൂടെ സഭ വളർന്നു. ലോകോത്തരമായി വേദപുസ്തകം പഠിക്കുമ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത് ടെസ്റ്റിമണി ഓഫ് ടെസ്റ്റിമണീസാണ്. നിയമസഭയുടെ വേദപുസ്തകം എഴുതാൻ ശ്രമിക്കുമ്പോൾ നിയമസഭയുടെ വേദപുസ്തകത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സാക്ഷ്യമുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ ആയാലും യൗവനക്കാരുടെ ആയാലും വന്ധ്യവയോധികരെ ആയാലും അവരുടെ സാക്ഷ്യത്തിലാണ് ഈ സഭ പണിയപ്പെടുന്നത്. അതുകൊണ്ട് സഭ ചലനാത്മകമാകണം. ബിഷപ്പ് ന്യൂബിഗൻ ഇങ്ങനെ പറഞ്ഞു, നോട്ട് ടു ബി എ ഗാദേർഡ് ചേർച്ച് ബട്ട് ടു ബി എ സ്കാറ്റേർഡ് ചേർച്ച്. എന്താ അതിൻ്റെ അർത്ഥം?
എപ്പോഴും ഗാദേഡ് ചർച്ചായിട്ട് മാറുകയല്ല, സ്കാറ്ററായി മാറണം. നിയമം സഭയാണ് ഇവിടുത്തെ ഓരോ കുടുംബങ്ങളും. അങ്ങനെയെങ്കിൽ ഈ പ്രദേശത്ത് മൊത്തവും നിയമം സഭയാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേരുകളാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിൻ്റെ വേരുകളിലൂടെ ഇത് ശക്തമായിട്ട് വളരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യേശുവിനെ ഷെയർ ചെയ്യുന്ന സമൂഹമായി മാറണം. ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ്. ഞങ്ങൾക്കുള്ളത് എന്താണെന്നറിയാമോ? വാട്ട് വി ഹാവ് ദ ജീസസ് നാസ്രേത്ത്, ബട്ട് വി ആർ ഷെയറിംഗ് ദ ജീസസ് നാസ്രേത്ത്. ജീസസ് എന്ന് പറയുന്ന വ്യക്തിയെ, നസ്രേത്തിലെ നസ്രേനായ യേശുവിനെ ഷെയർ ചെയ്യുവാൻ സഭയ്ക്ക് കഴിയണം. ഷെയർ ചെയ്യുവാൻ കഴിയണം. മറ്റുള്ളവന് പകർന്നു കൊടുക്കണം. മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ ത്യാഗം പകർന്നു കൊടുക്കുവാനായിട്ട് ഒരു വളരെ ഫെയ്ത്ത് ഷെയറിങ് കമ്മ്യൂണിറ്റി ആയിട്ട് വളരണം. നോക്കെ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയുടെ കാരണം പ്രാർത്ഥിക്കുന്ന സമൂഹമായിരുന്നു, ആരാധിക്കുന്ന സമൂഹമായിരുന്നു, ദൈവവചനത്തിൽ വളരുന്ന സമൂഹമായിരുന്നു, മാതൃകയുള്ള ജീവിതം നടത്തിയ സമൂഹമായിരുന്നു, വിശ്വാസത്തിൽ വളരുന്ന സമൂഹമായിരുന്നു, അയക്കുന്ന പുറത്തുപോയി മറ്റുള്ളവരെ വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്ന സമൂഹമായിരുന്നു. അവർ സാക്ഷ്യമുള്ള ഒരു സമൂഹമായിരുന്നു. ഇനിയും തീർന്നില്ല ഈ കോണ്ടസ്റ്റിൽ. 9-ാം മണി നേരം പ്രാർത്ഥനയ്ക്കായി ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ ചിലർ ചുമന്നുകൊണ്ട് ഈ ദേവാലയത്തിന് മുമ്പിൽ ഇരുത്തുകയാണ്. ആരാണ് ഈ ചിലർ? ഒരു ചോദ്യമാണ്. ആരാണ് ഈ മുടന്തനെ കൊണ്ടുവന്ന് ഈ ദേവാലയത്തിന് മുമ്പിലിരുത്തുന്നത്? ഈ ചിലർ ആരാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേദപുസ്തകത്തിൽ. എന്തിനു വേണ്ടി കൊണ്ടിരുത്തുകയാണ്? ഭിക്ഷ എടുക്കാനായിട്ട്. അവൻ്റെ പ്രായം എത്രയാണെന്നറിയാമോ? 40 വയസ്സ്. 4-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോഴറിയാം, ഏകദേശം 40 വയസ്സോളമായി. 40 വയസ്സോളം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് മുടന്തനായി ജനിച്ച ഒരു വ്യക്തിയുടെ ബലഹീനത വിറ്റിട്ട് ജീവിക്കുകയാണ് 40 വർഷം. അവനെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുമ്പോൾ ധാരാളം കഴിവില്ലാത്തവരെ ഭിക്ഷക്കാരായിട്ട് കുറേ പേരെ കൊണ്ടിരുത്തും. അവർക്ക് അന്നത്തേക്കുള്ള കൂലി കൊടുത്തിട്ട് ബാക്കി മൊത്തവും പണവും കൊണ്ട് ഒരു മാഫിയ കൊള്ളസംഘം ജീവിക്കുകയാണ്. മാഫിയകൾ ജീവിക്കുകയാണ്. മനോഹരമായ സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ ആരാധന തുടങ്ങുന്നതിന് മുമ്പേ തൂക്കിയെടുത്തുകൊണ്ടിരുത്തും. വേദപുസ്തകത്തിൽ പറഞ്ഞപ്പോൾ വെള്ളിയും പൊന്നുമാണ് ഇടുന്നത്. വെള്ളിയും പൊന്നും കൊടുക്കുന്നുവെങ്കിൽ 40 വർഷക്കാലം അവൻ്റെ മുമ്പിൽ വന്ന വെള്ളിയുടെയും പൊന്നിൻ്റെയും അളവ് കണ്ടെങ്കിൽ എന്നേ അവൻ ജീവിക്കാനായിട്ട് സമ്പന്നനാവും, കോടീശ്വരനാവുമായിരുന്നു. പക്ഷെ ഓരോ ദിവസവും അവനെ കൊണ്ടിരുത്തിയതിൻ്റെ പൈസ കൊടുത്തിട്ട് ബാക്കി ആ മാഫിയകളുടെ പോക്കറ്റിലേക്കാണ് ഈ പൈസ പോകുന്നത്. ഈ മുടന്തൻ്റെ മുടന്ത് വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? മനോഹരമായ ഒരു ദൈവാലയത്തിൻ്റെ സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ മുമ്പിൽ. ദൈവമേ, ഈ മകൻ ഈ പൊന്നും വെള്ളിയും കണ്ടിട്ട്, ഇത്രയും അധികം പണം വീഴുന്നത് കണ്ടിട്ട് ഒരുപക്ഷെ ഇതും പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് ഓടിപ്പോകാൻ കഴിയുന്നില്ല. ഞാൻ മുടന്തനായി ജനിച്ച ഒരൊറ്റ കാരണം കൊണ്ട് തൂക്കിയെടുത്ത് അവിടെ കൊണ്ടിരുത്തി അവൻ്റെ ബലഹീനത വിറ്റ് കാശുണ്ടാക്കിയാണ്. പത്രോസും യോഹന്നാനും അവൻ്റെ ബലഹീനത വിറ്റ് കാശുണ്ടാക്കാനായിട്ട് ഈ അനീതിക്ക് വേണ്ടി കൂട്ടുനിന്നില്ല. ഇതൊരു അനീതിയാണ്. അവിടെയുള്ള പുരോഹിതനത് കണ്ടില്ലേ? ആ സഭയുടെ പ്രമാണിമാരത് കണ്ടില്ലേ? കഴിഞ്ഞ 40 വർഷക്കാലം ഈ മുടന്തനെ ഈ പള്ളിയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് പണം വാങ്ങിക്കൊണ്ട് പണം അവനിൽ നിന്നും ലഭിച്ച് ഒരു മാഫിക ജീവിക്കുന്നതിനെതിരെ ആ പള്ളി ചോദ്യം ചെയ്തോ? ഇല്ല. അവരും പരോക്ഷമായിട്ട് ആ അനീതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. പത്രോസും യോഹന്നാനും അവനെ മനസ്സിലാക്കിയിട്ട്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാണ്, കൈ പിടിച്ചവനെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. എഴുന്നേൽപ്പിച്ച ഉടനെ തന്നെ നടത്തിയതാണ് ഞാൻ പറയാൻ പോകുന്നത്. അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ നരികാണികൾ ഉറച്ചു, അവൻ്റെ കാലുറച്ചു, അവൻ എഴുന്നേറ്റ് നടന്നു. എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഇവിടെ അത്ഭുതം നടക്കുമെന്ന് പറയുവാനുള്ള ഒരു സമൂഹത്തെ നമ്മൾ കണ്ടെത്തണം. വർഷങ്ങളായിട്ട് ഈ പള്ളി നടക്കത്തില്ല, യാതൊരു തരത്തിലും എഞ്ചിനീയർമാർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, കൊണ്ടുവരുന്ന ഏതെല്ലാം എഞ്ചിനീയർ പറഞ്ഞാലും ഒരിക്കൽ പോലും നടക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചിട്ട് ജനം ഓരോന്നിൻ്റെ ഗോപുരത്തിൻ്റെ ഓരോ പില്ലറിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് പണിയാൻ പോവുകയാണ്. ഒന്നുകിൽ ഇത് തകരണം, അല്ലെങ്കിൽ ഇത് വളരണം. പക്ഷേ വിശ്വാസമുള്ള ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വില തെളിയിക്കാനായിട്ട് പോവുകയാണ്. ശശികുമാർ സാറിനോട് പറഞ്ഞു, നിങ്ങളുടെ ടിപ്പറിനകത്തുള്ള ലോറിയിൽ കൊണ്ടുവന്ന മണൽ കൊണ്ടുവന്ന് നിറയ്ക്കാൻ പറഞ്ഞു. ഇതിനകത്ത്
നോക്കട്ടെ, ഇത് പൊട്ടുമോ തകരുമോ ഇല്ലെന്ന് അറിയട്ടെ. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ അതിനങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പൊട്ടലായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയും പൊട്ടി വീഴാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം നിങ്ങളെയും എന്നെയും സൂക്ഷിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇത് വിശ്വാസമുള്ളൊരു സമൂഹത്തിൽ നിന്നുകൊണ്ട് വളർന്നതിൻ്റെ അനുഗ്രഹമാണത്. അവർ പറഞ്ഞു, ഞങ്ങൾ വെള്ളിയും പൊന്നും ഒന്നും തരാൻ പോകുന്നില്ല. കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവരെന്താ ചെയ്തത്? പത്രോസ് യോഹന്നാനും അവനെ അടിമുടി നോക്കി, നീ എഴുന്നേറ്റല്ലോ, നിനക്ക് സൗഖ്യമായല്ലോ, കാലുറച്ചല്ലോ, എന്നാ പോയിക്കോ, നമുക്ക് കാണാം കേട്ടോ, പറഞ്ഞു കേട്ടോ. ഇല്ല, അവരെ കൈപിടിച്ച് ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ദേവാലയത്തിനകത്ത് പുറത്തിരുത്തിയവനെ അവർ പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു വിട്ടതല്ല. അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞവനെ പറഞ്ഞു വിട്ടതല്ല. കാലും നരിയാണിയും നിന്റെ ഉറച്ചു എങ്കിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിന്റെ സാക്ഷ്യം വെളിപ്പെടുത്തണം. ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാനില്ല, സൗഖ്യപ്പെട്ട നീ സാക്ഷ്യം പറയണം ദൈവത്തിൻ്റെ മുമ്പിൽ. അവൻ ദൈവാലയത്തിലേക്ക് വന്ന് അകത്ത് കയറിയതിന് ശേഷം അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് വന്നു. ആശ്ചര്യത്തോടെ ജനം നോക്കുകയാണ്. കഴിഞ്ഞ 40 വർഷം കണ്ട് ഞങ്ങൾക്കറിയാം ഇവനെ, ഇതാ ഇവൻ ദൈവാലയത്തിലേക്ക് വന്നിരിക്കുന്നു. ആശ്ചര്യത്തോടെ ജനം നോക്കുകയാണ്. അവർക്ക് ഭയം പിടിച്ചു, അവർക്ക് ആശ്ചര്യപ്പെട്ടു, അവർക്ക് പേടിയുണ്ടായി. 40 വർഷം മുടന്തനായിരുന്നിട്ട് അവൻ്റെ മുടന്ത് വിറ്റ് കാശുണ്ടാക്കി കണ്ടവൻ ജീവിച്ചിട്ട് ഈ പള്ളിക്ക് പേടിയില്ല. ആ പള്ളിക്ക് പേടിയുണ്ടായില്ല, ജനത്തിന് ആശ്ചര്യം ഉണ്ടായില്ല. ഇവനും കൂട്ടായ്മയിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ആശ്ചര്യമുണ്ടാകുന്നത്. ഓക്കെ, അവനകത്തേക്ക് കയറി. അവനവിടെ നിന്ന് തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിക്കുകയാണ്. ജനം അമ്പരന്ന് നിൽക്കുകയാണ്, അവൻ്റെ സാക്ഷ്യം കേൾക്കുകയാണ്. മുടന്തൻ്റെ സാക്ഷ്യത്തിലൂടെ സഭ വളരാൻ പോവുകയാണ്. എല്ലാവരും വന്ന് പത്രോസിനെയും യോഹന്നാനെയും ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല. അവന് പ്രായമുണ്ട്, അവനോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അവൻ സാക്ഷ്യം പറയട്ടെ, മകൻ സാക്ഷ്യം പറയട്ടെ, മകൾ പറയട്ടെ, അപ്പനും അമ്മയും നീ സാക്ഷ്യം പറയണ്ട, നീ പോയി അവനോട് ചോദിക്കാൻ പറഞ്ഞു. അവനോട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. അവനാണ് ശക്തമായിട്ട് സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ 40 വർഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഞാൻ മുടന്തനായ ഒറ്റ കാരണത്താൽ മാനസികമായി ശാരീരികമായി തകർന്നുപോയ എന്നെ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്തി യേശു എനിക്ക് സൗഖ്യപ്പെടുത്തി എന്ന് പറഞ്ഞ് അവൻ പള്ളി നിറഞ്ഞ് സാക്ഷ്യം പറയുകയാണ്. ജനം ആശ്ചര്യപ്പെട്ടു. ഇവൻ്റെ സാക്ഷ്യം കേട്ട് ജനം ആശ്ചര്യപ്പെടുകയാണ്. നോക്കൂ ജനത്തിൻ്റെ ആശ്ചര്യം. സൗഖ്യദായകനായ ഒരുവൻ ദൈവാലയത്തിലേക്ക് കയറി. അവൻ ജനത്തിന് പരിഭവം പിടിപ്പിച്ചു. അത്രമാത്രം സാക്ഷാൽ ദൈവം ഇവിടെ ഇടപെട്ടു എന്ന് പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയവന് ഇടം കൊടുക്കുന്ന ശുശ്രൂഷയാണ് പത്രോസും യോഹന്നാനും ചെയ്തത്. അല്ലാതെ പള്ളിക്ക് പുറത്തവരെ ഇരുത്തിയിട്ട് ഇവിടെ കടന്ന് ആരാധിക്കുന്നതിലോ കുർബാന ചെയ്യുന്നതിലോ അല്ല കാര്യം. നഷ്ടപ്പെട്ടവന് ഇടം കൊടുക്കുന്ന ശുശ്രൂഷയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ. 1-ാം നൂറ്റാണ്ടിലെ സഭ അത് പഠിച്ചു. ഇടമില്ലാത്തവൻ ഇടം കൊടുക്കുവാനായി ഇടമില്ലാത്തവനായി ജനിച്ച യേശു കടക്കാരനായി ഇവിടെ ജീവിച്ചത് എന്തിനാണെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും കടം തീർക്കാനാണ്. ഇടമില്ലാത്തവനായി എന്തിനാണ് യേശു പറഞ്ഞത്? എനിക്ക് നിങ്ങൾക്കും ഇടം തരാനാണ്. അങ്ങനെയെങ്കിൽ ദൈവാലയം മറ്റുള്ള ആൾക്ക് ഇടം കൊടുക്കുന്ന ഇടമായിരിക്കണം. സഭയ്ക്ക് പുറത്തിരുത്തുവാനല്ല ജനത്തെ, സഭയിലേക്ക് കൊണ്ടുവരണം. പുറത്താക്കപ്പെട്ടു പോയ മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ, അണച്ചു നിർത്തുവാൻ. എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിന്നെയും കൂടെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുവരുവാൻ നാം ശ്രമിക്കും. പിന്നെയും കഴിയുന്നില്ല എങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല. ആരാധനാലയം എന്ന് പറയുന്നത് എല്ലാവരെയും ശുശ്രൂഷയിലേക്ക് ചേർത്ത് നിൽക്കുന്ന സ്ഥലമായി മാറണം. അതൊരു മിഷണറി സമൂഹത്തിൻ്റെ ചിത്രമാണ് അവിടെ കാണുന്നത്. ധാരാളം പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, ധാരാളം ഭാരങ്ങൾ വരും, സങ്കടങ്ങൾ വരും. പക്ഷെ ചേർത്ത് നിൽക്കുവാൻ ആളുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വരികയുള്ളൂ. അതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ സഭ മാറണം. നോക്കൂ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ച ഇതാണ്. നമ്മുടെ സഭയുടെ തിരിച്ചുവരവെങ്കിൽ ഈ 2025 വർഷത്തിൽ ഒരു നൂറ്റാണ്ടിൻ്റെ 25 വർഷം പിന്നിടാൻ പോകുന്ന ഈ സമയത്ത് ഞാനും നിങ്ങളും സഭയായിട്ടെടുക്കുന്ന തീരുമാനം, ദൈവമേ ഒരു പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കണം, ആരാധന ശക്തമായി നടക്കുന്ന സഭയായിരിക്കണം. അകലങ്ങളിൽ പലയിടങ്ങളിലും മുറിവേറ്റ് തകർന്ന് മുടന്തും ചെകിടുമായിട്ടിരിക്കുന്ന മക്കളുണ്ടായിരിക്കണം. അവരെ അടുത്ത് പോയി അവരെ കണ്ടിട്ട് അവരെ കൊണ്ട് ആരാധനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സഭയ്ക്ക് കഴിയണം.
വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് സഭ മാറണം. വിശ്വാസമുള്ള സമൂഹത്തെ സഭ രൂപപ്പെടുത്തണം. സാക്ഷ്യമുള്ള സമൂഹത്തെ രൂപപ്പെടുത്തണം. ഓരോ വ്യക്തിയുടെയും സാക്ഷ്യത്തിലൂടെ സഭ വളരണം. സഭ വളരുന്നതിന് വേറെ മാജിക്കൊന്നുമില്ല. യേശു ക്രിസ്തു എൻ്റെ കുടുംബത്തെ ചെയ്തതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിലൂടെ സഭ സുവിശേഷം വളരുകയാണ്. നിങ്ങൾ നോക്കണം, ഈ അധ്യായം ഇനി പഠിക്കണം. 3-ാമത്തെ അധ്യായം 4, 5, 6, 7 ഇത്രയും അധ്യായവും നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈ മുടന്തരായവനെ പള്ളിക്കകത്ത് കൊണ്ടുവന്ന ഒറ്റ കാരണത്താലുള്ള പ്രശ്നങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നതെല്ലാം. യു സി, അവൻ്റെ സാക്ഷ്യത്തിലൂടെ ഉണ്ടായ പ്രശ്നമാണ്. ഒരു സമൂഹത്തിൻ്റെ വളർച്ച, ഒരു വ്യക്തിയുടെ ഉയർച്ചയൊക്കെ കാണുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ കൊണ്ടുപോയി വിചാരണ നടത്തി അവസാനം ഇന്ന് വായിച്ച അവസാനത്തെ ഭാഗത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. പത്രോസ് ശക്തമായിട്ട് ആ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുവാണ്. ക്രൂശിക്കപ്പെട്ട യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ, അവൻ നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ സഭ വളരുന്നു, സഭ ജീവിക്കുന്നു, സഭ മുന്നോട്ട് പോകുന്നു. ആ ഒരു ശക്തിക്കായി, ആ ഒരു പ്രവർത്തനത്തിനായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഒരു സഭയാണ് ഞാനും നിങ്ങളും. ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം ഈ 2025 വർഷത്തെ സർവ്വ പ്രവർത്തനങ്ങളും. ആ ഒരു ബോധ്യപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിൽ, ദൈവമേ, എൻ്റെ വീട് പ്രാർത്ഥനയ്ക്കായിട്ട് മണിക്കൂറുകളായി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന നഷ്ടപ്പെട്ടെങ്കിൽ, ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കാതെ ഞാൻ ഇവിടെ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ, വചനം പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ദൈവനാമത്തിന് നൽകാതെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം എനിക്ക് തന്നതിനകത്ത് ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ, ഈ കാത്തുകെട്ടി വെച്ചതൊന്നും തന്നെ, ഈ സൂക്ഷിച്ച ഡിപ്പോസിറ്റുകളൊന്നും തന്നെ നമുക്കാർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഈ കഴിഞ്ഞ ആഴ്ച ഈ വീക്കെൻഡായപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, കാലിഫോർണിയ എന്ന് പറയുന്ന അമേരിക്കയുടെ എത്രയോ മൂവി സ്റ്റാർസുകളെല്ലാം ഇഷ്ടമാത്രം ജനങ്ങൾ വന്ന് മറയുന്നൊരു സ്ഥലമാണ് കാലിഫോർണിയ. 24/7 ഇങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഒരു തീ ഇങ്ങനെ കത്തി, പെൻസാർ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചു കാണും, കംപ്ലീറ്റ് നഷ്ടപ്പെടുകയാണ്. മനുഷ്യരത് പറയുന്ന സങ്കടം കേൾക്കുമ്പോൾ ഈ ഉണ്ടാക്കിയതെല്ലാം കത്തിയെരിയാൻ നിമിഷങ്ങൾ മതിയാകാം. ആരാധനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും അടിത്തറയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ നിയമം സഭ പ്രാർത്ഥനയിലൂടെ ഉണ്ടായ സഭയാണ്. മിഷണറി പ്രവർത്തനത്തിലൂടെ ഉണ്ടായ സഭയാണ്. സ്വമേധാ സംഘത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ഉണ്ടായ സഭയാണ്. ഈ സഭയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയല്ല, സെൻഡിങ് കപ്പാസിറ്റി വർദ്ധിപ്പിച്ചിട്ട് ഈ ഇടവകയിലെ ഓരോ മക്കളും സുവിശേഷീകരണ പ്രവർത്തനത്തിന് വേണ്ടി നിൽക്കാൻ സ്വയമായിട്ട് സമർപ്പിക്കേണ്ടവരാണെന്നും, അവനെ നോക്കി ജീവിക്കാനല്ല, ഞങ്ങളെ നോക്കി മുമ്പോട്ട് മാതൃകയുള്ളൊരു സമൂഹമായിട്ട് ജീവിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ആ സാക്ഷ്യത്തിനായി നമുക്ക് ഒരുങ്ങാം. യഹോവ ഈരെ ദാതാവാം ദൈവം എന്ന് പറയുന്ന പാട്ട് 36-ാമത്തെ പാട്ട് നമ്പറിലെ പാട്ടാണ്. ഒരുപക്ഷെ നമുക്ക് കാണാതൊക്കെ അറിയാവുന്ന പാട്ടാണ്. കൊയറിനോട് ചേർന്ന് ക്ലോസിംഗ് ആയിട്ട് പാടാം. അതിനുശേഷം ഞാൻ പ്രാർത്ഥിക്കും. നമ്മുടെ സമർപ്പണം ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പേഴ്സണലായിട്ട് പറയാം. നീ മാത്രം മതി എനിക്ക്, സൗഖ്യദായകൻ, അടിപ്പിണരാൽ സൗഖ്യം. ആമേൻ. കൂടെയിരിക്കും ആവശ്യങ്ങൾ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ആമേൻ. കർത്താവേ, യേശു മാത്രം ദൈവം നിൻ വചനത്താൽ ഉളവായെല്ലാം അത്യുന്നതൻ നീ,
നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, സമാധാനം നൽകി ശാന്തി എന്നിൽ. എല്ലാവരും കൈയോർത്താം. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ആമേൻ. നീ മാത്രം മതി, യേശു മാത്രം മതി, മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അതേ കർത്താവേ, നീ മാത്രം മതി എനിക്കപ്പാ. നിനക്ക് മാത്രമേ എന്നെ ചുമക്കുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ ബലഹീനത അറിയുന്ന ദൈവം, എൻ്റെ ഭാരം അറിയുന്ന ദൈവം, എൻ്റെ സങ്കടം അറിയുന്ന ദൈവം. 40ഓളം വർഷം കർത്താവേ, ഞാനൊരു ആലയത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് കടന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും ആരില്ലാത്തൊരു നിമിഷമുണ്ടായിരുന്നപ്പാ. എന്നാൽ ഒരു പ്രാർത്ഥനാ സമയമായപ്പോൾ അനേകർ എനിക്ക് പ്രൈസായിട്ട് എറിഞ്ഞു പോയിട്ട് എന്നെ തിരിഞ്ഞു നോക്കി എനിക്ക് ആശ്വാസം തന്നു പോയെങ്കിൽ അതാ ദൈവമായ കർത്താവേ, അതിനകത്ത് 2 മക്കൾ വരികയാണ്. വ്യത്യസ്തരായ 2 പേർ വന്നപ്പാ. അവർ എനിക്കൊരു പൈസയും തന്നില്ലപ്പാ. ആദ്യം എനിക്ക് അവരോട് പക തോന്നി, എനിക്ക് അവരോട് വിദ്വേഷം തോന്നി. എന്താ അവരൊരു പൈസ പോലും തരാത്ത, ഒരു വെള്ളി പോലും തരാത്ത, ഒരു പൊന്നിൻ്റെ ഒരു കഷ്ണം പോലും തരാത്ത ഈ മക്കളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് പരിഭവം തോന്നി. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരികയാണ്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. കൈ നീട്ടി എന്നെ പിടിച്ചു, എൻ്റെ കയ്യിൽ പിടിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു, എന്നെ ഉറപ്പിച്ചു. എന്നെ അവൻ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് നഷ്ടപ്പെട്ട കൂട്ടായ്മ, എനിക്ക് നഷ്ടപ്പെട്ട ആരാധന, എനിക്ക് നഷ്ടപ്പെട്ട തിരുവത്താഴം തന്നു. എന്നെയും അവരുടെ ഒരു ഭാഗമാക്കി മാറ്റി. ആമേൻ. അതിലൂടെയാണ് എൻ്റെ സഭ വളരുന്നത്. അതാണ് എൻ്റെ സാക്ഷ്യം. അതുമാത്രമാണ് എനിക്ക് സാക്ഷ്യം. എന്നെ നിർത്തിയത് കൊണ്ട്, എന്നെ എൻ്റെ സ്വന്തം കാലിൽ ഉറപ്പിച്ചു നിർത്തിയപ്പോൾ പത്രോസും യോഹന്നാനും അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ കർത്താവെ കോട്ടുകൾ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നു, ശക്തമായി പീഡിപ്പിക്കുന്നു, അടിക്കുന്നു, പരിഹസിക്കുന്നു. പക്ഷേ ഒരുവനെ നിർത്തി സ്വന്തം കാലിൽ നിർത്തിയപ്പോൾ സഭ അനുഭവിച്ച പീഡനമാണപ്പാ. ദൈവത്തിന് സ്തോത്രം. യേശുവേ, നീ മാത്രം മതി ഞങ്ങൾക്ക്. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തിന് നീ മാത്രം മതി. എൻ്റെ രോഗം, എൻ്റെ ഭാരം, എൻ്റെ വേദന, എൻ്റെ സങ്കടം, എൻ്റെ കണ്ണുനീര് എൻ്റെ കർത്താവ് കേൾക്കും. ഞാൻ ദേവാലയത്തിൻ്റെ പുറത്തിരിക്കുമ്പോഴും എന്നെ വന്ന് ദേവാലയത്തിനകത്തേക്ക് കൊണ്ടുവരുവാൻ ഇടമില്ലാത്ത എനിക്ക് ഇടം തരുവാനായിട്ട് എൻ്റെ യേശു ഇടമില്ലാത്തവനായി ജനിച്ചുവെങ്കിൽ അതേ യേശു ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഇടവകയെ അനുഗ്രഹിക്കണമേപ്പാ. ഈ 2 ശുശ്രൂഷക്കാരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ ശുശ്രൂഷ ദൈവമേ ഈ ജനത്തിനൊരു രൂപാന്തരം പ്രാപിക്കുവാൻ, ഈ ജനത്തിൻ്റെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിന് രൂപാന്തരം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഇടവകയിലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ കണ്ട ദിവസങ്ങളിലെല്ലാം പാട്ടുപാടുവാൻ, വേദപുസ്തകം വായിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, എല്ലാറ്റിനുപരിയായി ഞങ്ങളെ കേൾപ്പിച്ച സാക്ഷ്യം പോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ യൗവനക്കാരായ മക്കൾക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത സാക്ഷ്യങ്ങളുടെ സാക്ഷ്യമാണപ്പാ ഈ പള്ളി. അങ്ങനെയെങ്കിൽ ഇനിയും ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ച എന്താണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ സഭയുടെ പരാജയം എന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പാ, ഞങ്ങൾ ബൈബിൾ പുസ്തകത്തിലേക്ക് വന്ന് ഇന്ന് ഈ വായിച്ച വേദപാഠത്തിലൂടെ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ യാത്ര ചെയ്ത് ഈ തീരുമാനത്തോടും ചിന്തയോടും ദർശനത്തോടും കൂടെ ഈ സഭയുടെ വളർച്ചയ്ക്ക് രഹസ്യമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടുന്ന വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ഞങ്ങൾ കർത്താവെ ഈ വേദപുസ്തകത്തിലൂടെ പഠിച്ചത് ഞങ്ങൾ ചെയ്യുമ്പോൾ ഈ ലോകം യേശുവിനെ അറിയും. ഞങ്ങൾ ഓരോരുത്തരും യേശുവിനെ അറിയും. ഞങ്ങളുടെ അയൽവാസിയും യേശുവിനെ അറിയും. അങ്ങനെ ചെയ്യുവാൻ ഞങ്ങളിതാ സമർപ്പിക്കുകയാണ്. നീ മാത്രം മതി ഞങ്ങൾക്ക്. നീ ഉണ്ടെങ്കിൽ അത് നടക്കും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കൃപ ഈ ഇടവകയിൽ ഓരോ കുടുംബത്തിൻ്റെ മേലും, ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും, ഏറ്റവും പ്രായം കുറഞ്ഞ മക്കൾ മുതൽ കൈക്കുഞ്ഞുങ്ങളായിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വരെയും ദൈവമേ അത്ഭുതം നടക്കട്ടെ. ദൈവമേ സ്തോത്രം. യേശുവിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഹല്ലേലൂയ. 3 പ്രാവശ്യം നമുക്ക് കൈ ഉയർത്തി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീർവാദം നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ തിരുകൃപ സാന്നിധ്യം സാമീപ്യം നാം എവരുടെ മേലും
കൃപയാൽ 3 ദിവസങ്ങളായി നാം കേട്ട ദൈവവചനത്തോടും തുടർന്നുള്ള നമ്മുടെ ആധ്യാത്മിക ജീവിതത്തോടും ഇന്നും എന്നേക്കും കാലാവസാനത്തോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആം. അനുഗ്രഹത്തോടെ ഇപ്പോൾ മനസ്സലിവുടയ മഹോന്നത പരനി വന്ദനം നിനക്കാമീൻ. മനസ്സലിവുടയ